നിങ്ങൾക്ക് എഴുതി വെക്കാൻ സാധിക്കുമോ? എന്റെ വീട്ടിൽ ആരും നിസ്കരിക്കാതെ ചോറുണ്ടരുതെന്ന്. അപ്പോൾ നിങ്ങളുടെ നബിയെ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. മകന്റെ ഗൾഫിലെ പണവും പത്രാസും സൗകര്യവും അവന്റെ മണി ഓർഡറും അവന്റെ ബാങ്കിലെ പൈസയും മതി എന്ന് മാത്രമേ നമ്മൾ കരുതിയിട്ടുള്ളൂ. മോനെ, ഇതൊന്നും ഇല്ലെങ്കിലും നീ നിന്റെ ജീവിതത്തിൽ മുഹമ്മദ് നബിയെ അനുധാവനം ചെയ്താൽ മതി എന്ന് പറയാൻ തന്റെ ഇടമുള്ള മുസ്ലിമേ, ആനന്ദമുള്ള മുസ്ലിമേ ജീവിതത്തിലുണ്ടോ? നമുക്ക് സാധിക്കുമോ? സാധിക്കണം പ്രിയപ്പെട്ടവരെ, സാധിക്കണം. മുഹമ്മദ് നബിയോട് നമ്മുടെ സ്നേഹവും താല്പര്യവും വർദ്ധിച്ചു വരുന്നോറും നമ്മുടെ ജീവിതമാണ് മാറ്റം വരിക, നമ്മുടെ സംസാരത്തിലാണ് മാറ്റം വരിക. സരല്ലമായി രോഗബാധിതനായി കഴിയുകയാണ്, കിടക്കയിൽ കഴിയുകയാണ്, രോഗാശയിൽ കഴിയുകയാണ്. അതാ കാണാൻ വരുന്നു. ആരാ കാണാൻ വരുന്നത്? അബുൽ ഹസൻ അലി നദവിയാണ്, മുസ്ലിം ഇന്ത്യയുടെ അംബാസിഡർ എന്നറിയപ്പെടുന്ന, മുസ്ലിം ഇന്ത്യയുടെ അംബാസിഡറായി ചമഞ്ഞ അലി മുഹമ്മദ്. പ്രിയപ്പെട്ട അബുൽ ഹസൻ അലി നദവി എന്ന അലീമിയാൻ കാണാൻ വന്നു. അതാ വെള്ള പുറച്ചു കിടക്കുകയാണ്. മകൻ വന്നിട്ട് പറഞ്ഞു, പാപ്പയോട് ഡോക്ടർ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിതാവ് കേട്ടില്ല, കേട്ടില്ല. അലീമിയാൻ പറയുകയാണ്, തന്റെ ഖിറാഅത്തുർ റശീദ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ഞങ്ങളുടെ സംസാരം പിന്നെ മദീനയെ കുറിച്ചായി. നമ്മൾ തമ്മിൽ സംസാരിച്ചെങ്കിലോ അത് നോട്ടിനെ കുറിച്ചാകും, അല്ലെങ്കിൽ അത് രാഷ്ട്രീയത്തെ കുറിച്ചാകും, അല്ലെങ്കിൽ നമ്മൾ അരട്ടുന്ന ലോകത്തെ കുറിച്ചാകും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ കുറിച്ചാകും. ലോകത്തിലെ മഹാ അത്ഭുതങ്ങൾ രണ്ടുപേർ സംസാരിക്കുകയാണ്. അവര് ഞങ്ങളുടെ സംസാരം മദീനയെ കുറിച്ചായി. സംസാരിക്കുകയാണ്. തൊണ്ടയിടറാൻ തുടങ്ങി, ശബ്ദം പുറത്തു വരാതെ പ്രയാസപ്പെടാൻ തുടങ്ങി. മദീന എന്ന് പറയുമ്പോൾ ഇഖ്ബാൽ കരയാൻ തുടങ്ങി. ഞങ്ങളും ഇഖ്ബാലിന്റെ കൂടെ കരഞ്ഞുവെന്ന് ഇഖ്ബാലിന്റെ